السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأزلفت الجنة للمتقين غير بعيد. هذا ما توعدون لكل أواب حفيظ. من خشي الرحمن بالغيب وجاء بقلب منيب. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു പരിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാൻ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ഈ വിജ്ഞാന സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളുടെ, മുഅ്മിനുകളുടെ, അതുപോലെ തന്നെ മുത്തഖീങ്ങളുടെയും അല്ലാഹുവെ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ ഗുണമായി അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ഒരു ഗുണമാണ്, വിശേഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്നുള്ളത്. സൂറത്തു മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തു മുഅ്മിനൂനിൽ 57-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു തആല വിശ്വാസികളെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് നമുക്ക് കാണാം, ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. ആരാണ് വിശ്വാസികൾ? ഇന്നല്ലദീനഹും, തീർച്ചയായും വിശ്വാസികൾ എന്ന ഗുണം, ആ വിശേഷണം, അതിനർഹർ ആരാണ്? ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. തങ്ങളുടെ രക്ഷിതാവിനെ കുറിച്ചുള്ള, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ നടുങ്ങുന്നവരാണവർ. അങ്ങേയറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നവരാണ് വിശ്വാസികൾ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തു അംബിയായിൽ അല്ലാഹു തആല വിശ്വാസികളെ സംബന്ധിച്ച്, മുത്തഖീങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, വലഖദ് ആതൈനാ മൂസ വഹാറൂനൽ ഫുർഖാൻ. തീർച്ചയായും വലഖദ് ആതൈനാ മൂസ വഹാറൂനൽ ഫുർഖാൻ, ഹാറൂനും മൂസാക്കും നാം സത്യവിവേചനമായ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വദിയാഅൻ വദിക്റൻ ലിൽ മുത്തഖീൻ, അതുപോലെ തന്നെ പ്രകാശപൂരിതമായ വേദഗ്രന്ഥം. വദിക്റൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഉത്ബോധനമായി വേദഗ്രന്ഥം നാം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല മുത്തഖീങ്ങളുടെ ഗുണത്തെ സംബന്ധിച്ച് പറയുകയാണ്. ആരാണവർ? അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യഖ്ശൗന റബ്ബഹും, അവരവരുടെ റബ്ബിനെ ഭയപ്പെടുന്നവരാണ്. ബിൽ ഗൈബി, അദൃശ്യമായ മാർഗത്തിലൂടെ. വഹും മിനസ്സാഅതി മുശ്ഫിഖൂൻ, ഖിയാമത്ത് നാളിനെ കുറിച്ച് ഭയമുള്ളവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അംബിയായിലും മുത്തഖീങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായി ഗൈബിയായ നിലക്ക് അല്ലാഹുവെ ഭയപ്പെടുന്നവരാണ് മുത്തഖീങ്ങൾ. എന്താണ് അദൃശ്യമായ നിലയിൽ? തഫ്സീറിൽ നമുക്ക് കാണാം, ആ ആയത്തിന്റെ തഫ്സീറിൽ
മുഫസ്സിറുകൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ അയ് യഖ്ശൗനഹു ഫീ ഹാലി ഗൈബതിഹിം വഅദമി മുശാഹദത്തിൻ നാസി ലഹും. ആരുമില്ലാത്ത സന്ദർഭത്തിൽ, ആളുകൾ ആരുമില്ലാത്ത സന്ദർഭത്തിലും ആളുകളുടെ സാന്നിധ്യത്തിലല്ലാത്ത സന്ദർഭത്തിൽ ഒറ്റക്കാകുന്ന സമയത്തും അല്ലാഹുവെ ഭയപ്പെടുന്നവർ അവരാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ, ആർക്കാണ് ഈ വഹി വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ച് താങ്കൾ താക്കീത് ചെയ്യേണ്ടത് ആരെയാണ്? ഇന്നമാ തുൻദിറുല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. പ്രവാചകരെ, ആരെയാണ് താങ്കൾ ഈ അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് താക്കീത് നൽകേണ്ടവർ? ആർക്ക് മാത്രമാണ് അതുകൊണ്ടുള്ള ഉപകാരം ലഭിക്കുകയുള്ളൂ? ഇന്നമാ തുൻദിറുല്ലദീന, തീർച്ചയായും താങ്കൾ ആരെ മാത്രം താക്കീത് നൽകിയാൽ മതി? അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായി അല്ലാഹുവെ ഭയപ്പെടുന്നവർ, വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവർ. അല്ലാഹുവെ ഗൈബിയായ നിലക്ക് അല്ലാഹുവെ ഭയപ്പെടുന്നവർ, അവർക്ക് മാത്രമേ ഈ ഉത്ബോധനം കൊണ്ട്, താക്കീത് കൊണ്ട് ഉപകാരം ലഭിക്കുകയുള്ളൂ. അവിടെയും ഗൈബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുഫസ്സിറുകൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അല്ലദീന യഖ്ശൗനഹു ഫീ ഹാലി സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന സമയത്തും അതുപോലെ തന്നെ ഒറ്റക്ക് തനിച്ചിരിക്കുന്ന സമയത്ത്, തൻ്റെ റൂമിൽ പ്രവാസ ലോകത്താകുമ്പോൾ, മറ്റേതെങ്കിലും ദൂരദിക്കുകളിലേക്ക് പോയി അവിടെ അന്യ സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആരുമാകട്ടെ, ആരുമില്ലാത്ത, തന്നെ അറിയുന്ന ആരുമില്ലാത്ത സന്ദർഭത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവെ ഭയപ്പെടുന്നവരെ അങ്ങ് താക്കീത് നൽകുക. സൂറത്തു യാസീനിലും വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 18-ാമത്തെ ആയത്താണിത്. അതിനുശേഷമുള്ള സൂറത്തു യാസീനിലും 11-ാമത്തെ ആയത്തിൽ നമ്മൾ ഓതുകയാണ്, പ്രവാചകരെ, ഇന്നമാ തുൻദിറുല്ലദീന, തീർച്ചയായും ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. പ്രവാചകരെ, ആരെയാണ് താങ്കൾ താക്കീത് ചെയ്യേണ്ടത്? ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ, ഈ ദിക്റിനെ ആരാണോ പിൻപറ്റുന്നത് അവരെയാണ് താങ്കൾ താക്കീത് നൽകേണ്ടത്. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അതുപോലെ തന്നെ റഹ്മാനായ നാഥനെ, അല്ലാഹുവെ ഭയപ്പെടുന്നവർ, ബിൽ ഗൈബി, അദൃശ്യമായി അഥവാ രഹസ്യമായി അല്ലാഹുവെ ഭയപ്പെടുന്നവർ. അങ്ങനെ അദൃശ്യമായി അല്ലാഹുവെ ഭയപ്പെടുന്നവർ, ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, അവർക്ക് പൊറുക്കലുണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട്. ദുഖൂലുൽ ജന്ന, സ്വർഗമാണ് മഹത്തായ പ്രതിഫലം എന്നുള്ളത്. അല്ലാഹുവെ രഹസ്യത്തിൽ ഭയപ്പെടുന്നവർ, അവർക്ക് അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അവർക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക, രഹസ്യത്തിലും പരസ്യത്തിലും, പ്രത്യേകിച്ച് രഹസ്യത്തിൽ ഭയപ്പെടുക എന്നുള്ളത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ ഭാഗമായി നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള അമലുകൾക്ക് ജസാആയി നൽകുന്ന സ്വർഗം, ആ സ്വർഗം അത് ലഭിക്കുന്നതും അല്ലാഹുവെ പരസ്യത്തിലും ആളുകൾക്കിടയിലും രഹസ്യത്തിലും ഒരുപോലെ ഭയപ്പെടുന്നവർക്കാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തു ഖാഫിൽ, ഞാൻ എൻ്റെ ക്ലാസിൻ്റെ ആമുഖത്തിൽ ഓതിവച്ച ആയത്തിലും അല്ലാഹു തആല പറയുന്നത്, വഉസ്ലിഫത്തിൽ ജന്നതു ലിൽമുത്തഖീന ഗൈറ ബഈദ്, സ്വർഗം മുത്തഖീങ്ങളുടെ അരികിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരും. വഉസ്ലിഫത്തിൽ ജന്നതു
ലിൽമുത്തഖീന ഗൈറ ബഈദ്. എന്നിട്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ആളുകളോട് അല്ലാഹു തആല പറയും, ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീർ. ഹാദാ മാ തുഅദൂന, ഈ സ്വർഗ്ഗമാണ് നിങ്ങൾക്ക് നാം വാഗ്ദാനം നൽകിയത്. ആർക്ക് വാഗ്ദാനം നൽകിയത്? ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീർ. അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവർ, പാപങ്ങളിൽ നിന്ന് പാപങ്ങൾ ഉപേക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയവർ. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീർ. പശ്ചാത്തപിച്ച് മടങ്ങിയവർക്കും ഹഫീർ, അല്ലാഹുവെ സൂക്ഷിച്ചവർ. എങ്ങനെ സൂക്ഷിച്ചവർ? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി, അദൃശ്യമായി അല്ലാഹുവെ ഭയപ്പെട്ടവർ, അവർക്കുള്ളതാണ് സ്വർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തുകയാണ്. അവിടെയും തഫ്സീർ സഅദിയിൽ നമുക്ക് കാണാം, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നാസിർ സഅദി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ സ്വർഗമുള്ളത് അദൃശ്യമായി അല്ലാഹുവെ ഭയപ്പെട്ടവർക്ക് അല്ലാഹു വാഗ്ദാനം നൽകിയതാണ് സ്വർഗം. ആരാണ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ? ഐ ഖാഫഹു അലാ വജ്ഹിൽ മഅരിഫതി ബിറബ്ബിഹി, അല്ലാഹുവെ അറിഞ്ഞുകൊണ്ട് അല്ലാഹു തആലയെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി അല്ലാഹുവെ ഭയപ്പെടേണ്ട മുറപ്രകാരം ഭയപ്പെട്ടവൻ. والرجاء لرحمته ولازم على خشية الله في حال غيبه أي مغيبه عن أعين الناس. അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും അള്ളാഹുവെ ഭയപ്പെട്ടവർ, ആളുകളെ പേടിച്ചിട്ടല്ല. അതുപോലെ തന്നെ ആളുകൾ ഇല്ലാത്ത സമയത്തും ഒറ്റക്കായിരിക്കുന്ന സമയത്തും തൻ്റെ റബ്ബിനെ ഭയപ്പെട്ടവർ, അവർക്കുള്ളതാണ് സ്വർഗം. എന്നിട്ട് അദ്ദേഹം ഇമാം നാസിർ സഅദി റഹ്മഹുല്ലാഹ് പറയുകയാണ്, വഹാദിഹി ഹിയൽ ഖശിയത്തുൽ ഹഖീഖ, ഇതാണ് യഥാർത്ഥ ഭയം. അല്ലാഹുവെ ഭയപ്പെടുക എന്ന് പറയുന്നതിൽ യഥാർത്ഥമായ ഭയം ആരുമില്ലാത്ത സമയത്ത് അല്ലാഹുവെ ഭയപ്പെടുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുകയാണ്, വഅമ്മാ ഖശിയതുഹു ഫീ ഹാലി നദ്റിൻ നാസി, ആളുകൾക്കിടയിൽ അള്ളാഹുവെ ഭയപ്പെടുക, നാട്ടുകാർക്കിടയിൽ നല്ല മുത്തഖിയായി മുഅ്മിനായി ജീവിക്കുക എന്നുള്ളത്, വഹുദൂരിഹിം, അവരുടെ സാന്നിധ്യത്തിൽ നല്ല മുത്തഖിയായി അള്ളാഹുവെ ഭയപ്പെടുക എന്നുള്ളത് ഒരു പക്ഷേ ഫഖദ് തകൂനു, ചിലപ്പോഴൊക്കെ അത് ആയേക്കാം, ഫഖദ് തകൂനു റിയാഅൻ വസുംഅ, അത് ലോകമാന്യതയാവാൻ സാധ്യതയുണ്ട്. ഫലാ തദുല്ലു അലൽ ഖശ്യ, അത് യഥാർത്ഥ ഭയപ്പെടലിനെ, യഥാർത്ഥ ഭയത്തെ അറിയിക്കുന്നില്ല. വഇന്നമൽ ഖശ്യത്തുൻ നാഫിഅ, ഉപകാരപ്രദമായ ഭയം, യഥാർത്ഥ ഭയം, അല്ലാഹുവെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞ ആ ഭയം എന്ന് പറയുന്നത് ഖശ്യത്തുല്ലാഹ് ഫിൽ ഗൈബി വശഹാദ, രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപോലെ അപ്രകാരം രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു ഭയപ്പെട്ടവർ, ഭർത്താവില്ലാത്ത സന്ദർഭത്തിൽ ഭാര്യ, ഭാര്യയില്ലാത്ത സന്ദർഭത്തിൽ ഭർത്താവ്, ഉപ്പയും ഉമ്മയും ഉസ്താദുമാരും ഇല്ലാത്ത സമയത്ത് വിദ്യാർത്ഥികൾ, ഇങ്ങനെ പ്രായഭേദ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികളെന്നോ യുവാക്കളെന്നോ വാർദ്ധക്യത്തിലുള്ളവരെന്നോ എന്ന വ്യത്യാസമില്ലാതെ ഏത് സമയത്തും അള്ളാഹുവെ ഭയപ്പെടുന്നവർ, അങ്ങനെ ഭയപ്പെട്ടവർക്ക് തീർച്ചയായും അല്ലാഹു തആല പുറത്തു കൊടുക്കും അവരുടെ പാപങ്ങൾ, അവർക്ക് സ്വർഗവുമുണ്ട്. സൂറത്ത് മുൽക്കിൽ നമ്മൾ ഓതുന്നു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, തീർച്ചയായും ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, ഗൈബിയായ നിലക്ക് അല്ലാഹുവെ ഭയപ്പെടുന്നവർ, രഹസ്യമായി അള്ളാഹുവെ ഒറ്റക്കാകുന്ന സമയത്തും അള്ളാഹുവെ ഭയപ്പെടുന്നവർ, ലഹും മഗ്ഫിറത്തുൻ, അവരുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. പാപങ്ങൾ കാരണമാണ് മനുഷ്യർ നരകത്തിലേക്ക് പ്രവേശിക്കുക. അല്ലാഹു തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അത് മുഖേന അല്ലാഹു തആല അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും.
ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. മഹത്തായ പ്രതിഫലം അവർക്കുണ്ട്. മഹത്തായ പ്രതിഫലം എന്ന് പറയുന്നത് ദുഖൂലുൽ ജന്ന, സ്വർഗപ്രവേശനമാണ്. അപ്പൊ ഖുർആനിൽ ഇങ്ങനെ ധാരാളം ഇടങ്ങളിൽ അല്ലാഹു തആല സ്വർഗത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോഴൊക്കെ അവിടെ പറയുന്നത് അല്ലാഹുവെ ഭയപ്പെട്ടവർക്കാണ് സ്വർഗം. രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അല്ലാഹുവെ ഭയപ്പെട്ടവർ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഅമ്മാ മൻ, ആര്, ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയം അല്ലെങ്കിൽ ആ സ്ഥലം. മഖാം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം എന്നുള്ളതാണ്. മഹ്ശറിൽ അല്ലാഹുവെ കണ്ടുമുട്ടുന്ന ആ വിചാരണയുടെ സമയത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ സ്ഥാനത്തെ, ആ സമയത്തെ, ആ സന്ദർഭത്തെ ആര് ഭയപ്പെട്ടുവോ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയണം, അല്ലാഹുവിനെ കണ്ടുമുട്ടണം. അത് ഭയന്ന് വനഹൻ നഫ്സ അനിൽ ഹവാ, ഒറ്റക്കാകുന്ന സമയത്തും അല്ലാത്ത സമയത്തും മനുഷ്യന്റെ മനസ്സ് തിന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ തൻ്റെ മനസ്സിനെ തടഞ്ഞു നിർത്തിയവൻ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ സ്ഥാനം, അവന്റെ സങ്കേതം, അവനുള്ളതാണ് സ്വർഗം. വലിമൻ ഖാഫ റബ്ബിഹി ജന്നതാൻ, ആര് അല്ലാഹുവെ ഭയപ്പെട്ടുവോ അവർക്ക് രണ്ട് സ്വർഗമുണ്ട്. ദുനിയാവിലുള്ളതുപോലെ സമാനമായ അതിനേക്കാളും സുന്ദരമായ 2 തോട്ടങ്ങൾ സ്വർഗത്തിൽ ലഭിക്കും അല്ലാഹുവിനെ ഭയപ്പെട്ടവർക്ക്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവെ ഭയപ്പെടണം. ആ ഭയപ്പെടാനുള്ള, അല്ലാഹുവിനെ പേടിക്കാനുള്ള ആ ഖുശൂഉം ഖൗഫും നേടിയെടുക്കാനുള്ള കളരിയാണ്, അതിനുള്ള പരിശീലനമാണ് പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. റമളാനിൽ നമ്മൾ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഏറെ മഹത്തരമായ, അല്പം പ്രയാസമുള്ള കാര്യമാണ്. നോമ്പ് നോൽക്കുക എന്നുള്ളത് അത്താഴം മുതൽ മഗ്രിബ് വരെ 3ഉം 4ഉം പ്രാവശ്യം ഭക്ഷണം കഴിച്ചിരുന്നവർ അത്താഴം മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത്, അതുപോലെ തന്നെ അവന്റെ വിചാരങ്ങൾ ഉപേക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. റമളാനിലല്ലാത്ത സമയത്ത് ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കലും റമളാനിൽ ഉച്ചക്കോ അല്ലാത്ത സമയത്തോ വിശന്നാൽ ഒരു റൂമിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ഒരാളും അറിയുകയില്ല. പക്ഷേ ഒരു നോമ്പ് നോൽക്കുന്ന ഒരു മുസ്ലിമും റൂമിൽ കയറിയോ ഒറ്റക്കോ ആരുമില്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. അല്ലാഹു കാണും എന്ന ബോധമാണ് അതിൽ നിന്ന് നമ്മളെ തടയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും. റബ്ബിന്റെ മുമ്പിൽ എൻ്റെ നോമ്പ് മുറിഞ്ഞവനാണ്. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നോമ്പുകാരനായേക്കാം, പക്ഷേ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ എൻ്റെ നോമ്പ് മുറിയും എന്ന ചിന്തയാണ് അതിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്നത്. ഇപ്പം റമളാനിലെ നോമ്പ് എന്നുള്ളത് പരിചയാണ്. എല്ലാ തിന്മകൾക്കുള്ള പരിചയം അല്ലാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതിലേക്ക് എത്താനുള്ള മാർഗമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവെ ഭയപ്പെടണം. ആ ഭയപ്പെട്ടവർക്കാണ് സ്വർഗം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടില്ലെങ്കിൽ ഖുർആനിൽ ഈ സ്ഥലങ്ങളിലുടനീളം ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, പ്രത്യേകിച്ച് രഹസ്യമായി അല്ലാഹുവെ ഭയപ്പെട്ടവർ, ആ സമയത്ത് ഒറ്റപ്പെടുന്ന സമയത്ത് അല്ലാഹുവെ ഭയപ്പെടാതെ തിന്മ ചെയ്താലോ അവർക്കുള്ള ശിക്ഷ അതികഠിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ധാരാളം ആ വിഷയത്തിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഒറ്റക്കിരിക്കുന്ന സമയത്ത് തിന്മകൾ ചെയ്യുന്നതിൻ്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. സ്വഹാബത്തുമായി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുകയാണ്, ലയഅതിയന്ന അഖ്വാമുൻ മിൻ ഉമ്മതി യൗമൽ ഖിയാമ കഅംസാലി ജിബാലി തിഹാമത്തിൽ ബൈളാ. ലയഅതിയന്ന അഖ്വാമുൻ മിൻ ഉമ്മതി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ നാളെ പരലോകത്ത് കടന്നു വരും. കഅംസാലി ജിബാലി തിഹാമത്തിൽ ബൈളാ, തിഹാമ പർവ്വതക്കണക്കിന് നന്മകളുമായി നാളെ പരലോകത്ത് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ കടന്നു വരും. തിഹാമ പർവ്വതം എന്ന് പറഞ്ഞാൽ അറേബ്യയിൽ, നമ്മുടെ നാട്ടിൽ
ഉള്ളതുപോലെ പശ്ചിമഘട്ട മലനിരകൾ മഹാരാഷ്ട്ര മുതൽ തമിഴ്നാട് വരെ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി നീണ്ടുകിടക്കുന്ന വലിയ പർവ്വത നിരകളെപ്പോലെ അറേബ്യയിലുള്ള സൗദി അറേബ്യയിൽ യമന് മുതൽ സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സൗദി അറേബ്യയുടെ സൗത്ത് മുതൽ നോർത്ത് വരെ തബൂക്ക് വരെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന ചിലയിടങ്ങളിലൊക്കെ സമുദ്രനിരപ്പിൽ നിന്ന് 3000 കിലോമീറ്ററുകൾ ഉയരത്തിലുള്ള ആ വലിയ തിഹാമ പർവ്വതക്കണക്കിന് അത്രമാത്രം നന്മകളുമായി നാളെ പരലോകത്ത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ കടന്നു വരും. പക്ഷേ ഫയജഅലല്ലാഹു ഹബാഅൻ മൻസൂറ, അവരുടെ പ്രവർത്തനങ്ങൾ ചിതറിയ ധൂളികളെ പോലെയാക്കി തീർക്കും. അതിൻ്റെ കാരണം അവർ ഒറ്റക്കിരിക്കുന്ന സമയത്ത് തിന്മ ചെയ്യുന്നവരാണ്. മുമ്പൊരിക്കൽ ഒരു ഖുതുബയിൽ നമ്മൾ ആ ഹദീസ് സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ ഹദീസ് വളരെ വിശദമായി വിശദീകരിക്കുന്നില്ല ഇവിടെ. അതിൻ്റെ കാരണം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൽതഹഖൂഹാ. നമുക്കറിയാം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ യാ റസൂലല്ലാഹ് നഖ്ശാ അൻ നകൂന മിൻഹും. അവരുടെ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുമോ എന്ന് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ആരാണവർ എന്ന് വിശദീകരിച്ചു തന്നാലും ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്നവർ, നോമ്പ് നോൽക്കുന്നത് പോലെ നോമ്പ് നോൽക്കുന്നവർ, നിങ്ങൾ രാത്രി നമസ്കരിക്കുന്നത് പോലെ രാത്രി നമസ്കരിക്കുന്നവർ, ഗൈറ അന്നഹും ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൽതഹഖൂഹാ. പക്ഷേ അവർ ഒറ്റപ്പെട്ടാൽ, ആരുമില്ലാത്ത സന്ദർഭത്തിൽ അവർ ഹറാമ് ചെയ്യുന്നവരായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് അത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിൽ നമ്മളെ ഉണർത്തിയത്, മാ കറഹല്ലാഹു മിൻക ശൈഅൻ ഫലാ തഫ്അൽഹു ഇദാ ഖലൗത. മാ കറഹല്ലാഹു മിൻക ശൈഅൻ, അല്ലാഹു നിന്നിൽ നിന്ന് വെറുത്തിട്ടുള്ള ഒരു കാര്യം, വലാ തഫ്അൽഹു ഇദാ ഖലൗത, ആ കാര്യം നീ തനിച്ചിരിക്കുമ്പോൾ, നീ ഒറ്റക്കിരിക്കുമ്പോൾ നീ അത് ചെയ്യരുത്. മറ്റൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന് പ്രവാചകനോട് ഒരു ഉപദേശം ആവശ്യപ്പെടുകയാണ്. പ്രവാചകരെ ഔസിനി യാ റസൂലല്ലാഹ്, എനിക്ക് വല്ല വസിയത്ത് നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യരോട് പറഞ്ഞു, ഊസീക അൻ തസ്തഹി അല്ലാഹ അസ്സ വജല്ല കമാ തസ്തഹി റജുലൻ സാലിഹൻ മിൻ ഖൗമിക്. നിനക്ക് നൽകാനുള്ള വസിയത്ത്, ഊസീക അൻ തസ്തഹി അല്ലാഹ അസ്സ വജല്ല, നിനക്ക് അല്ലാഹുവെ കുറിച്ചുള്ള ലജ്ജ വേണം. അല്ലാഹുവെ കുറിച്ചുള്ള ലജ്ജ കാരണം നീ തിന്മയിൽ നിന്ന് നീ മാറി നിൽക്കണം. അല്ലാഹു കാണും, അല്ലാഹു തആല കാണും, മോശമല്ല എന്ന ഒരു ലജ്ജ നിനക്ക് വേണം. ഏത് പ്രകാരം? കമാ തസ്തഹി റജുലൻ സാലിഹൻ മിൻ ഖൗമിക്, നിന്റെ ജനതയിൽപ്പെട്ട, നിന്റെ മഹല്ലിൽപ്പെട്ട, നിന്റെ നാട്ടിൽപ്പെട്ട ഒരു സാലിഹായ മനുഷ്യനെ നീ ലജ്ജിക്കുന്നത് പോലെ അയാളുടെ മുമ്പിൽ വെച്ച്, ഒരാളുടെ സാലിഹായ ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഒരിക്കലും ഒരു തിന്മ ചെയ്യുകയില്ല. അയാൾ കണ്ടാൽ മോശമല്ലേ, എൻ്റെ ഐഡന്റിറ്റി അയാൾ തിരിച്ചറിയുമല്ലോ. അതേ പ്രകാരം നീ അല്ലാഹുവെ കുറിച്ചുള്ള ലജ്ജ നിനക്ക് വേണം. ഒറ്റക്കിരിക്കുന്ന സമയത്തും അല്ലാഹുവെ കുറിച്ചുള്ള ലജ്ജ നിനക്ക് വേണം. ആ ഹദീസിന്റെ വിശദീകരണമാണ് ഇമാം ഖഹ്താനി റഹ്മത്തുള്ളാഹ് അദ്ദേഹത്തിന്റെ നൂനിയത്തിൽ, നൂനിയാത്ത് എന്ന് പറയുന്ന അഖീദ വിശദീകരിക്കുന്ന നൂനിയാത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്, വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി. വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ, രാത്രിയിൽ ഒരു മരുഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് നീ ഒറ്റപ്പെട്ടാൽ, വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി, ആരുമില്ല, മരുഭൂമിയാണ്, രാത്രിയുമാണ്. ആ സമയത്ത് നിന്റെ മനസ്സ് നിന്നോട് മന്ത്രിക്കും, നിന്നെ തെറ്റിലേക്ക് ക്ഷണിക്കും. ആ സമയത്ത് വകുല്ലഹാ വസ്തഹി ഫസ്തഹി മിൻ നദ്രിൽ ഇലാഹി, നിനക്ക് അല്ലാഹുവിന്റെ നോട്ടത്തെക്കുറിച്ചുള്ള ലജ്ജ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും, ആരുമില്ലെങ്കിലും അല്ലാഹു ബസീറാൻ, അല്ലാഹു കാണും എന്ന ആ നോട്ടത്തെക്കുറിച്ച് നിനക്കൊരു ലജ്ജ വേണം. വകുല്ലഹാ, എന്നിട്ട് നിന്റെ മനസ്സിനോട്, തെറ്റ് ചെയ്യാൻ മന്ത്രിക്കുന്ന നിന്റെ മനസ്സിനോട് നീ പറയണം, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ഇരുട്ടിനെ സൃഷ്ടിച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
കുറിച്ച് നിനക്ക് ലജ്ജ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബത്തിന്, ആ പ്രവാചകന്റെ അരികിൽ വന്ന മനുഷ്യനോട് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരുപോലെ പരസ്യത്തിലും രഹസ്യത്തിലും ഭയപ്പെടുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറെ വലിയ പ്രശ്നമാണിത്, അല്ലെ? നമ്മൾ ദിവസവും നിത്യേന വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയും പഴയ തലമുറ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ സംവിധാനങ്ങളും, തെറ്റുകൾ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും മനുഷ്യന്റെ മുമ്പിൽ വന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്ന, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചതുപോലെ, അല്ലാഹു യബ്തലിൽ മർഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പരീക്ഷിക്കും ബിതൈസീരി അസ്ബാബിൽ മഅസിയതി ലഹു, പാപങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ അവന്റെ മുമ്പിൽ ഉണ്ടാക്കി കൊടുത്ത് സൃഷ്ടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ പരീക്ഷിക്കും. പാപങ്ങൾ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല എളുപ്പമാക്കി തരും. എന്തിനു വേണ്ടിയാണത്? ഹത്താ യഅലമ സുബ്ഹാന മൻ യഖാഫുഹു ബിൽ ഗൈബ്, ആരാണ് ഒറ്റക്ക് ആരുമില്ലാത്ത സമയത്ത് അല്ലാഹുവെ ഭയപ്പെടുന്നവർ ആരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഉണർത്തുകയാണ്. അല്ലാഹു തആല തിന്മകൾ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാരണങ്ങളും എളുപ്പമാക്കി നമ്മളെ പരീക്ഷിക്കും. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നുള്ളത് മാത്രമാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവെ ഭയപ്പെടുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്നുള്ള ആ ഒരവസ്ഥയിലേക്ക്, യഥാർത്ഥ രൂപത്തിൽ അല്ലാഹു തആലയെ ഭയപ്പെടുക എന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗം അല്ലാഹു ആരാണ് എന്ന് അറിയുക എന്നുള്ളതാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, ഒരു സെന്റൻസിന്റെ ആദ്യത്തിൽ ഇന്നമ ഖസ്ർ ചെയ്തു പറയാൻ, തീർച്ചയായും ഇന്നമാ യഖ്ഷല്ലാഹ, അല്ലാഹുവെ ഭയപ്പെടാൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, മനുഷ്യരിൽ നിന്ന്, അല്ലാഹുവിന്റെ അടിമയിൽ നിന്ന് അല്ലാഹുവെ അറിഞ്ഞവർക്ക് മാത്രമേ അല്ലാഹുവെ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉണർത്തി, അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ നമുക്ക് കാണാം, മൻ അറഫ അസ്മാ അല്ലാഹി വ മആനിയഹ, ആർ അല്ലാഹുവിന്റെ നാമങ്ങൾ അത് മനസ്സിലാക്കിയോ, അല്ലാഹുവിന്റെ നാമങ്ങൾ ആര് പഠിച്ചുവോ, വ മആനിയഹ, അതിന്റെ അർത്ഥവും ആര് മനസ്സിലാക്കിയോ, ഫആമന ബിഹാ, അതുപോലെ തന്നെ അതിൽ ആര് വിശ്വസിച്ചുവോ, കാന ഈമാനുഹു, അവന്റെ ഈമാൻ, അല്ലാഹുവെ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയ ഒരു മുസ്ലിമിന്റെ ഈമാൻ, കാന ഈമാനുഹു അക്മല മിമ്മൻ ലം യഅരിഫ് അസ്മാ അല്ലാഹി വ മആനിയഹ, അല്ലാഹുവിന്റെ നാമങ്ങൾ പഠിച്ചിട്ടില്ലാത്ത മുസ്ലിമിന്റെ ഈമാനിനേക്കാളും പരിപൂർണമായ കാമിലായ ഈമാനായിരിക്കും അല്ലാഹുവിന്റെ നാമങ്ങൾ പഠിച്ച, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയ വിശ്വാസിയുടെ ഈമാൻ എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉണർത്തുകയാണ്. ഇതിന് ചരിത്രം സാക്ഷിയാണ്, അല്ലേ? ലാ യസ്ലുഹു, ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഉണർത്തിയതുപോലെ, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹു, ഈ ഉമ്മത്തിന്റെ അവസാനമുള്ളവർ അവസാനം നന്നാവുകയില്ല, ആദ്യത്തെ തലമുറ എന്തുകൊണ്ടാണോ നന്നായത് അതുകൊണ്ടല്ലാതെ. സ്വഹാബത്തിന്റെ തലമുറയിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ, ആ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, അവിടെ നമ്മൾ വായിക്കുന്ന ചരിത്രം, സ്വഹാബത്ത് പരസ്യത്തിലും രഹസ്യത്തിലും അള്ളാഹുവെ ഒരേപോലെ ഭയപ്പെട്ടു. യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവെ ഭയപ്പെട്ടവരായിരുന്നു സ്വഹാബത്തും സലഫുകളും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറയും, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുകയുള്ളൂ. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി കിടക്കുന്ന ഇസ്ലാമിക ലോകത്തിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വരികയാണ്.
ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായി ഉമറിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഉസ്മാൻ, ഉമറിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം? ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ഇന്ന ഇൽമി ബിഹി വ അന്ന സരീറതഹു ഖൈറും മിൻ അലാനിയതി. ഉമറിനോടൊപ്പം ഇടപഴകിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, അല്ലാഹുമ്മ ഇന്ന ഇൽമി ബിഹി, ഉമറിനെ കുറിച്ചുള്ള എൻ്റെ അറിവ്, വ അന്ന സരീറതഹു ഖൈറും മിൻ അലാനിയതിഹി, അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാളും എത്രയോ ഉത്തമമാണ്. നമ്മൾ ചില വ്യക്തികളുമായി അടുത്തിടപഴകിയാൽ, അവരുമായി ഒരു മുറിയിൽ സഹവസിച്ചാൽ, 1-2 വർഷം അവരോടൊപ്പം അടുത്തിടപഴകിയാൽ ആ വ്യക്തിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാളും എത്രയോ ഉത്തമമാണ്. സഹാബത്തിൻ്റെ തലമുറയിൽ കുട്ടികളെന്നോ യുവാക്കളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അള്ളാഹുവെ ഭയപ്പെട്ട ധാരാളം ചരിത്രം നമ്മൾ വായിക്കുകയാണ്. പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോൾ ഉമർ കാണില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ, ഉമർ കാണുന്നില്ലെങ്കിലും ഉമറിനെ സൃഷ്ടിച്ച, അമീറുൽ മുഅ്മിനീനെ സൃഷ്ടിച്ച അള്ളാഹ് കാണും ഉമ്മ എന്ന് പറയുന്ന കുട്ടിയെ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വായിക്കുകയാണ്. സഫ്വ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ചരിത്ര സംഭവത്തിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോവുകയാണ്. ആ യാത്രാമധ്യേ അവർ ഭക്ഷണത്തിന് വേണ്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരാട്ടിടയൻ അതുവഴി കടന്നു പോകുമ്പോൾ ആ ആട്ടിടയനെ വിളിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, താൻ നിന്റെ കൈകളിലുള്ള ഈ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാടിനെ ഞങ്ങൾക്ക് നൽകുമോ? ഞങ്ങൾ നിനക്ക് അതിനുള്ള പണവും അതിനെ അറുത്ത് അതിൽ നിന്നുള്ള മാംസവും നൽകാം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹാ ലൈസത് ലീ വഇന്നഹാ ലിമൗലായ, ഇതെൻ്റെതല്ല, ഇതെൻ്റെ യജമാനൻ്റെതാണ്, ഇതിൻ്റെ ഉടമ ഞാനല്ല. അതിലൊന്ന് അവർക്ക് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ യജമാനൻ അതറിയുകയില്ല, അദ്ദേഹം അത് കാണുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ആട്ടിടയനെ പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചോദിക്കുകയാണ്, കുല്ലഹു അഖലഹ ദിഹബ്, ഈ ഒരാടിനെ ചെന്നായ കടിച്ചെന്ന് നീ നിന്റെ യജമാനോട് പറഞ്ഞാൽ മതി. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, ഫഅൈനല്ലാഹ്, അപ്പോൾ അല്ല എവിടെ? എൻ്റെ യജമാനത് കാണുന്നില്ലെങ്കിലും അല്ല എവിടെ? അള്ളാഹു ഉണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് ആ തെറ്റിൽ നിന്ന് ആ ആട്ടിടനെ മാറ്റി നിർത്തിയത്. അള്ളാഹു അവർ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടു. മറ്റൊരു ചരിത്രം, ഒരു ഗ്രാമീണ യുവതിയെ രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് തിന്മയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ പെണ്ണിനോട് പറയുകയാണ്, മാ യറാന ഇല്ലൽ കവാകിബ്, ആകാശത്തെ നക്ഷത്രങ്ങളല്ലാതെ മറ്റൊന്നും നമ്മളെ കാണാനില്ല. ഇവിടെയുള്ള മലകളും കുന്നുകളും ആകാശത്തെ നക്ഷത്രങ്ങൾ മാത്രമേ നമ്മളെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ, ഫഅൈന മുകൗകിബുഹാ, ആകാശത്തെ നക്ഷത്രങ്ങളെ സംവിധാനിച്ച റബ്ബ് നമ്മളെ കാണുന്നുണ്ട് എന്ന ഭയം ആ പെൺകുട്ടിയെ ആ തിന്മയിൽ നിന്ന് ആ പെണ്ണിനെ മാറ്റി നിർത്തുകയാണ്. അള്ളാഹുവെ അവർ ഭയപ്പെട്ടു. അള്ളാഹുവെ അറിഞ്ഞപ്പോൾ അള്ളാഹുവെ അവർ ഭയപ്പെട്ടു. അപ്പൊ അള്ളാഹുവെ ഭയപ്പെടാനുള്ള ഏക മാർഗം അള്ളാഹുവെ അറിയലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ അറിയുക, പഠിക്കുക. ഈ ചരിത്രമൊക്കെ നമ്മളിപ്പോൾ ഈ കേട്ട് മനസ്സിലാക്കിയ ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ആട്ടിടയനും ആ പാലിൽ വെള്ളം ചേർക്കാതെ മാറി നിന്ന പെൺകുട്ടിയും ഒക്കെ അവരൊക്കെ ആ തെറ്റിൽ നിന്ന് മാറിയത് അതിൻ്റെ കാരണം അള്ളാഹുവിനോടുള്ള ഭയമായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് ആ ഭയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു? അള്ളാഹുവിനെ സഹാബത്തിൻ്റെ തലമുറയിലുള്ളവർ പരിപൂർണമായി അള്ളാഹു തആലയെ കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിച്ചിരുന്നു ആരാണ് റബ്ബ് എന്ന്. സഹാബത്തിനെ വളരെ കൃത്യമായി വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിനെയും തൻ്റെ കുടുംബത്തെയും പ്രവാചകൻ അല്ലാഹു തആലയെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുത്തു.
അല്ലേ? കുട്ടികളെന്നോ സ്ത്രീകളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പ്രവാചകന്റെ കൂടെ ദീൻ പഠിച്ച സഹാബത്തിനെ അള്ളാഹു ആരാണ് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് അവർക്ക് തിന്മയിൽ നിന്ന് മാറാനും അള്ളാഹുവെ ഭയപ്പെടാനും സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് കൃത്യമായി അള്ളാഹുവെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അതാണ് ചരിത്രത്തിൽ പ്രവാചകന്റെ സീറ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിനെ അള്ളാഹു എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാറ്റിനും സാക്ഷിയായ, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിച്ചിരുന്നു. അതിലേക്കൊരു ചരിത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ബദർ യുദ്ധത്തിന് ശേഷം പ്രവാചകന്റെ സീറ നമ്മൾ വായിക്കുമ്പോൾ ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിലും ഇബ്നു ഹിശാമിന്റെ സീറയിലും ഹസനായ സനദോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും. ബദർ യുദ്ധത്തിന് ശേഷം ബദറിൽ വീമ്പളക്കി വന്ന മുശ്രിക്കുകളിൽ പല പ്രമുഖരും മരണപ്പെട്ടു. ആ പ്രമുഖരെ കുറിച്ചും ബദറിന്റെ ഓർമ്മകളും മഴവിറക്കി കഅബയുടെ പരിസരത്ത് ഉമൈർ ഇബ്നു വഹബും സഫ്വാൻ ഇബ്നു ഉമയ്യത്തിന്റെ മകൻ, ഖുറൈശികളിലെ പ്രഗൽഭനായിരുന്നു ഉമയ്യത്ത്. ആ ഉമയ്യത്ത് ബദർ യുദ്ധത്തിൽ മരണപ്പെട്ടു. ഉമയ്യത്തിന്റെ മകൻ സഫ്വാനും അതുപോലെ തന്നെ ഉമൈർ ഇബ്നു വഹബ് അദുവുല്ലാഹ് എന്നറിയപ്പെടുന്ന ബദറിൽ മുസ്ലിങ്ങളെ ഒറ്റിയ ചാരപ്രവർത്തി നടത്തിയ ഉമൈർ ഇബ്നു വഹബ്, ആ ഉമൈർ ഇബ്നു വഹബും ബദറിന്റെ ഓരത്തിരുന്ന് കഅബയുടെ ഹിജ്ർ ഇസ്മായിലിന്റെ അരികിൽ വെച്ച് അവര് ഇരിക്കുകയാണ്. എന്നിട്ട് ഫതദാകറ യൗമ ബദരിൻ, ബദറിനെ കുറിച്ച് അവർ ഓർത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടുള്ള ദേഷ്യവും അരിശവും അവർ പറഞ്ഞുകൊണ്ട് ഉമൈർ ഇബ്നു വഹബ്, ഇദ്ദേഹത്തിന്റെ മകനാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിൽ ബന്ദികളായി പിടിച്ച യുദ്ധ തടവുകാരുടെ കൂട്ടത്തിലാണ് ഉമൈറിന്റെ മകൻ, വഹബിന്റെ മകൻ ഉമൈർ. അപ്പോൾ ഉമൈർ ഇബ്നു വഹബ് സഫ്വാൻ ഇബ്നു ഉമയ്യയോട് പറയുകയാണ്, മദീനയിൽ മക്കയിൽ എനിക്ക് ചില കടബാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അറബികൾ അവർ അവിശ്വാസികളാണെങ്കിലും മുശ്രിക്കുകളാണെങ്കിലും ചില നല്ല ഗുണങ്ങൾ അവർക്കുണ്ടായിരുന്നു. സത്യസന്ധത, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക. അദ്ദേഹം സഫ്വാൻ ഇബ്നു ഉമയ്യയോട് പറയുകയാണ്, ചില കടബാധ്യതകൾ എനിക്ക് മക്കയിൽ അവശേഷിക്കുന്നുണ്ട്. ആ കടബാധ്യതകൾ ഇല്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ മക്കളും എൻ്റെ കുടുംബവും അനാഥമാകുമായിരുന്നെങ്കിൽ മദീനയിൽ പോയി ഞാൻ മുഹമ്മദിനെ വധിക്കുമായിരുന്നു. ഇത് കേട്ടപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ ഉമൈറിനോട് പറയുകയാണ്, നിന്റെ പ്രശ്നം കടബാധ്യതയാണെങ്കിൽ, നിന്റെ പ്രശ്നം നിന്റെ കുടുംബമാണെങ്കിൽ നിന്റെ കടബാധ്യത ഞാൻ ഏറ്റെടുക്കാം. നിന്റെ മക്കളെ ഞാൻ പൊന്നുപോലെ, എൻ്റെ മക്കളെ പോലെ അവർക്ക് വേണ്ടതെല്ലാം നൽകി ഞാൻ അവരെ ഏറ്റെടുത്തുകൊള്ളാം, അവരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അതുകൊണ്ട് അതാണ് വിഷയമെങ്കിൽ നീ അത് കാര്യമാക്കേണ്ടതില്ല, അത് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. നീ മദീനയിൽ പോയി മുഹമ്മദിനെ വധിക്കണം. സഫ്വാൻ, അദ്ദേഹത്തിന്റെ ഉപ്പ ബദർ യുദ്ധത്തിൽ മരണപ്പെട്ട ദേഷ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ട്. അങ്ങനെ ഉമൈർ ഇബ്നു വഹബ് സഫ്വാനോട് പറയുകയാണ്, ഇദൻ ഉക്തും ഖബരി വ ഖബറ, ഈ വാർത്ത അതീവ രഹസ്യമായി തന്നെ മൂന്നാമതൊരാൾ അറിയാതെ നീ രഹസ്യമായി അതിനെ സൂക്ഷിക്കണം, ഒരാളോടും ഈ വിവരം പറയരുത്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ അപ്രകാരം ചെയ്യാം. മൂന്നാമതൊരാള് നമ്മൾ രണ്ടാളും സംസാരിച്ച ഈ സംഭാഷണം അറിയുകയില്ല. ഉമൈർ വീട്ടിൽ പോയി വാളെടുത്ത് വാളിൽ വിഷം പുരട്ടി അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് കയറി മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഉമൈർ പോവുകയാണ്. അങ്ങനെ മദീനയിലെത്തി മദീന പള്ളിയുടെ അരികിൽ അദ്ദേഹത്തിന്റെ വാഹന മൃഗത്തെ കെട്ടിയിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോടൊപ്പം ആ സമയത്ത് അവിടെ പള്ളിയിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ദൂരത്ത് നിന്ന് ഉമൈറിനെ കാണുകയാണ്. ഹാദാ അദുവുല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ ശത്രുവാണ്. മാ ജാഅ ഇല്ലാ ലിശർരിൻ, ഇവനെന്തോ ചതിയുമായല്ലാതെ വരാൻ സാധ്യതയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഉമൈറിന്റെ കോളറിന് പിടിച്ച് ഷർട്ട് പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറയുകയാണ്, അദ്ദേഹത്തെ വിടുക. ഉദ്നു യാ ഉമൈർ, ഉമൈർ താങ്കൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുക.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മല്ലദീ ജാഅ ബിക്. പ്രവാചകന്റെ സദസ്സിൽ, പ്രവാചകന്റെ മുമ്പിൽ സ്വഹാബത്തുണ്ട്. ഉമൈറിനോട് ചോദിക്കുകയാണ്, മല്ലദീ ജാഅ ബിക്, എന്താണ് നിന്റെ വരവിന്റെ ഉദ്ദേശം, നീ എന്തിനാണ് വന്നത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മകന് മോചനദ്രവ്യം നൽകി എൻ്റെ മകനെ മോചിപ്പിക്കാൻ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ദുഖ്നി യാ ഉമൈർ, ഉമൈർ നീ സത്യം പറയണം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, മാ ജിഅ്തു ഇല്ലാ ലിഹാദാ, ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മകനെ മോചിപ്പിക്കാൻ വന്നതാണെങ്കിൽ എന്തിനാണ് ഫമാ ബാലു സൈഫി ഫീ ഉനുഖി, എന്തിനാ ഈ വാള്? ആ സമയത്ത് പ്രവാചകന്റെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ അദ്ദേഹം പറയുകയാണ്, ഖബ്ബഹ അല്ലാഹു മിൻ സുയൂഫിൻ ഫഹൽ ലഗ്നത അന്നാ യൗമ ബദരിൻ, വാളുകൾക്ക് നാശം, ഈ വാളുകളും കുന്തങ്ങളുമായാണ് ഞങ്ങൾ ബദറിലേക്ക് വന്നത്, എന്നിട്ട് ഞങ്ങൾക്ക് വല്ല കാര്യമുണ്ടായോ? അപ്പോൾ വാളുണ്ട് എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പറഞ്ഞു, ഉസ്ദുഖ്നി യാ ഉമൈർ, ഉമൈർ സത്യം പറയണം. അവസാനം നമ്മളെ നാട്ടിൽ ചില ആളുകൾ ചെയ്യുന്നത് പോലെ അവസാനത്തെ അടവ് അദ്ദേഹം പറയുകയാണ്, വല്ലാഹി മാ ജിഅ്തു ഇല്ലാ ലിഹാദാ, അല്ലാഹുവാണ്, ഞാൻ അതിനു വേണ്ടി തന്നെയാണ്, എൻ്റെ മകനെ മോചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, അദ്ദേഹത്തെയും അവിടെ ഇരിക്കുന്ന സഹാബത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവെ പഠിപ്പിക്കുകയാണ്. ബൽ ജലസ്ത അൻത വസഫ്വാൻ ഫീ ഹിജ്റിൽ കഅബ, പിന്നെ എന്തിനാണ് ഉമൈർ നീയും സഫ്വാനും കഅബയുടെ അരികിൽ ഹിജ്ർ ഇസ്മായിലിന്റെ അരികിൽ ഇരിക്കുകയും വഖുൽത ലി സഫ്വാൻ ലൗലാ ദൈനുൻ അലയ്യ വഇയാലുൻ അഖ്ശാ അലൈഹിമുൽ ലൈഅത ബഅദി ലറകിബ്തു ഇലാ മുഹമ്മദിൻ ലിഅഖ്തലഹു, കടബാധ്യതയില്ലായിരുന്നെങ്കിൽ, എൻ്റെ കുടുംബം അനാഥമാകുമായിരുന്നല്ലെങ്കിൽ മദീനയിൽ പോയി മുഹമ്മദിനെ ഞാൻ വധിക്കുമായിരുന്നു. ഫഖാല ലക സഫ്വാൻ, ആ സമയത്ത് സഫ്വാൻ നിന്നോട് പറഞ്ഞു, ദൈനുക ദൈനി വഇയാലുക ഇയാലി ഉവാസിഹിം ബിമാലി വലാ അംനഉ അൻഹും ഷൈആ, നിന്റെ കടം ഞാൻ വീട്ടാം, നിന്റെ കുടുംബത്തെ അവർക്ക് വേണ്ടതെല്ലാം നൽകി പൊന്നുപോലെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ വീട്ടിൽ പോയി. ആ സമയത്ത് നീ സഫ്വാനോട് പറഞ്ഞു, എങ്കിൽ ഈ വാർത്ത രഹസ്യമാക്കി വെക്കുക, മൂന്നാമതാ ഒരാൾ ഒരിക്കലും ഇതറിയാൻ പാടുള്ളതല്ല. അങ്ങനെ സഫ്വാൻ അത് ഏൽക്കുകയും ചെയ്തപ്പോൾ നിന്റെ വീട്ടിൽ പോയി വാളെടുത്ത് വിഷം പുരട്ടി എൻ്റെ മുമ്പിൽ നീ ഇരിക്കുന്നത് എന്നെ വധിക്കാൻ വേണ്ടിയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുകയില്ല. വല്ലാഹു ഹായിലുൻ ബൈനക വബൈന ദാലിക്, എല്ലാം അറിയുന്ന അള്ളാഹുവാണ് നിങ്ങളുടെ ഈ തന്ത്രം തകർത്ത് കളഞ്ഞവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെയും തൻ്റെ മുമ്പിലുള്ള സഹാബത്തിനെ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, ഒരു രഹസ്യവും അള്ളാഹുവിൽ നിന്ന് മറിച്ചു വെക്കാൻ സാധ്യമല്ല എന്ന് തൻ്റെ സഹാബത്തിനെയും ഉമൈറിനെയും പ്രവാചകൻ പഠിപ്പിക്കുകയായിരുന്നു. ആ സമയത്താണ് ഉമൈർ പ്രഖ്യാപിച്ചത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധനക്കർഹനില്ലെന്ന്, താങ്കൾ അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കാരണം മാ അലിമ ബിഹാദൽ ഖബരി അഹദുൻ ഗൈരി വഗൈറു സഫ്വാൻ, ഞാനും സഫ്വാനും അല്ലാതെ ഒരാൾക്കും ഞങ്ങൾ സംസാരിച്ചതിനെ പറ്റി ഒരാൾക്കും അറിവുമില്ല, ഒരാളും ആ സമയത്ത് അതിന് സാക്ഷിയായിരുന്നിട്ടില്ല. താങ്കളാവട്ടെ മദീനയിലായിരുന്നു, ഇത് മക്കയിൽ വെച്ച് നടന്ന കഅബയുടെ പരിസരത്ത് വെച്ച് മൂന്നാമത് ഒരാളുമില്ലാത്ത സംഭാഷണമായിരുന്നു. വലഖദ് അലിംതുൽ ആൻ അന്നല്ലദീ അഖ്ബറക ബിഹാദാ ഹുവല്ലാഹ്, ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും ഇത് താങ്കൾക്ക് അറിയിച്ചു തരാൻ സാധ്യമല്ല, അല്ലാഹുവാണ് താങ്കളെ ഇത് അറിയിച്ചത്, അല്ലാഹുവിൻ്റെ പക്കൽ നിന്ന് താങ്കൾക്ക് വഹി വരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ ചരിത്രം പറഞ്ഞത് പ്രവാചകൻ ഓരോ കോണ്ടെക്സ്റ്റിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സഹാബത്തിനെ അള്ളാഹു ആരാണെന്ന് പഠിപ്പിച്ചിരുന്നു. തൻ്റെ ഭാര്യമാരെ, കുടുംബത്തിലുള്ളവരെ, കുട്ടികളെ, പ്രായഭേദ വ്യത്യാസമന്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സഹാബത്തിനെ പഠിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം ഇത്തഖില്ലാഹ്, മോനെ, യഹ്ഫദില്ലാഹ യഹ്ഫദക്, അല്ലാഹുവെ നീ സൂക്ഷിക്കണം എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവെ സൂക്ഷിക്കണം, അല്ലാഹുവെ ഭയപ്പെടണം.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെയും തൻ്റെ ഭാര്യമാരെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒരു രഹസ്യം പറഞ്ഞു, ഇനി ഞാൻ സൈനബിൻ്റെ വീട്ടിൽ പോയി തേൻ കുടിക്കുകയില്ല, പക്ഷെ നീ ഇത് രഹസ്യമാക്കി വെക്കുക. ആ രഹസ്യം ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ രഹസ്യം പറഞ്ഞപ്പോൾ വഹയിലൂടെ അല്ലാഹു തആല എല്ലാം അറിയുന്ന അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത് അറിയിച്ചു. ആ വിവരം ഹഫ്സ ബീവിയോട് പറഞ്ഞപ്പോൾ ഖാലത്ത് മൻ അംബഅക ഹാദാ, പ്രവാചകരെ ആരാണ് താങ്കളെ ഈ വിവരം അറിയിച്ചത്? ആയിഷയോട് ഞാൻ സ്വകാര്യം പറഞ്ഞത്. ആയിഷ ബീവി എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഖാലത്ത് മൻ അംബഅക ഹാദാ ഖാല നബ്ബാനിയൽ അലീമുൽ ഖബീർ, എല്ലാം അറിയുന്ന അല്ലാഹുവാണ് എന്നെ ഇതറിയിച്ചത്. ആയിഷ ബീവിയുടെ ചരിത്രം മുമ്പ് ഞാനൊരു ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്. ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ആയിഷ ബീവിയോടൊപ്പം കിടന്നുറങ്ങിയ പ്രവാചകൻ അല്പനേരം കഴിഞ്ഞ് ആയിഷ ബീവി ഉറങ്ങിയെന്ന് വിചാരിച്ച് പുറത്തേക്ക് തൻ്റെ ചെരുപ്പും വസ്ത്രവും വളരെ പതുക്കെ അണിഞ്ഞ് ഡോറ് വളരെ പതുക്കെ അടച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് പോയപ്പോൾ ആ സമയത്ത് ആയിഷ ബീവി ഉറങ്ങിയിട്ടില്ല. പ്രവാചകൻ കരുതിയത് ആയിഷ ബീവി ഉറങ്ങിയെന്നാണ്. ആയിഷ ബീവി പെട്ടെന്ന് എഴുന്നേറ്റ് തൻ്റെ വസ്ത്രം ധരിച്ച് മുഖം മറച്ച് പ്രവാചകൻ തന്നെ തിരിച്ചറിയാതിരിക്കാൻ ആ ഹദീത്തിൽ കാണാം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ധരിക്കുന്ന ഹദീത്തിൽ കാണാം, രാത്രിയിൽ പോലും പ്രവാചകൻ തന്നെ തിരിച്ചറിയാതിരിക്കാൻ മുഖം മറച്ച് ആയിഷ ബീവി പ്രവാചകനെ പിന്തുടരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ പ്രവാചകൻ പോയത് ബഖീഉൽ ഖർഖദിലേക്കാണ്. ഖബർസ്ഥാനിൽ പോയി പ്രവാചകൻ 3 പ്രാവശ്യം ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചു. ഫൻസറഫ, പ്രവാചകൻ തിരിഞ്ഞു നടന്നു. ഫൻസറഫ്തു, ഞാനും തിരിഞ്ഞു. അങ്ങനെ പ്രവാചകൻ ഫഅസ്റഅ, വേഗത്തിൽ നടക്കാൻ തുടങ്ങി. തൻ്റെ ഭാര്യ ഒറ്റക്കാണ്. ഫഅസ്റഅതു, ഞാനും വേഗത്തിൽ നടന്നു. ഫഹർവല, നബി ഓടി. ഫഹർവൽതു, ഞാനും ഓടി. ഫഅഹ്ലർതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ടം വേഗത്തിലാക്കി, ഞാനും വളരെ വേഗത്തിൽ ഓടി. അങ്ങനെ ഞാൻ ഓടി റൂമിലേക്ക് ഞാൻ പെട്ടെന്ന് ആദ്യം കയറി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കയറിയപ്പോൾ ഞാൻ ആയിഷ ബീവി കിടക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാലഖി ഹഷിയൻ റാബിയ, ആയിഷ നീ എന്താണ് ഇങ്ങനെ കിതക്കുന്നത്? നീ വല്ലാണ്ട് കിതക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി നിനക്ക്? ലാ ഷൈഅ, ഒന്നുമില്ല പ്രവാചകരെ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലതുഖ്ബിരീനി ഔ ലയുഖ്ബിറന്നനി അൽ-ലതീഫുൽ ഖബീർ, ആയിഷ നീ മൂടി വെക്കരുത്, എന്താണ് സംഭവിച്ചത് എന്ന്, നടന്ന കാര്യം നീ എനിക്ക് പറഞ്ഞു തരണം. അല്ലെങ്കിൽ ഔ ലയുഖ്ബിറന്നനി അൽ-ലതീഫുൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ എല്ലാം അറിയുന്ന അല്ലാഹു എനിക്കത് പറഞ്ഞു തരും. ഇത് ഞാൻ പറഞ്ഞത് തൻ്റെ ഭാര്യമാരെയും കുടുംബത്തെയും അല്ലാഹു ആരാണ് എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിനെ ഒന്നടങ്കം പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹുവെ ഭയപ്പെടാൻ സാധിച്ചത്. അല്ലാഹു തആല ഭയപ്പെടേണ്ട മുറപ്രകാരം ഭയപ്പെടാൻ സാധിച്ചു. അതുപോലെ നമ്മളും അല്ലാഹുവെ കുറിച്ച് പഠിക്കുക, അവൻ്റെ നാമങ്ങൾ നമ്മൾ അറിയുക, അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് അല്ലാഹു തആലയെ കുറിച്ച് നമ്മൾ പഠിക്കുക. അപ്രകാരം അല്ലാഹു തആലയെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച് അവനെ ഭയപ്പെട്ട് ദാലിക ലിമൻ ഖശിയ റബ്ബ, ആ സ്വർഗം അത് അല്ലാഹുവെ ഭയപ്പെട്ടവർക്കുള്ളതാണ്, അവർക്ക് മാത്രമുള്ളതാണ്. സ്വർഗം അല്ലാഹുവിനെ ഭയപ്പെട്ടവർ, അല്ലാഹുവെ ഭയപ്പെടുന്നവർ, അല്ലാഹു അറിഞ്ഞവർ മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ അറിയാൻ വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും അല്ലാഹു തആലയെ കൂടുതൽ അറിയാൻ നമ്മൾ ഈ റമളാനിനെ ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധ ഖുർആൻ ആശയം ഉൾക്കൊണ്ട് ഓതിയും അതുപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആൻ ഓതിയും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കുകയും അല്ലാഹുവേയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും കൂടുതൽ അറിഞ്ഞ് പഠിച്ച് ഈ റമളാനിനെ അല്ലാഹുവേയും പ്രവാചകനെയും അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്രകാരം പരിശുദ്ധ ഖുർആൻ ഓതി നോമ്പ് നോറ്റ് ക്രിയാത്മകമായി റമളാനിനെ വരവേറ്റ് നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ 5-6 വർഷങ്ങൾക്ക് മുമ്പ്
ഏകദേശം ഒരു 24 സെൻറ്റ് 1.5 കോടിയോളം രൂപക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള 50-60 പേര് അവർ തന്നെ 50,000 1,00,000 രൂപക്ക് എടുത്ത് 24 സെൻറ്റ് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി, പള്ളിയും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനവും മറ്റുള്ള മയ്യത്ത് പരിപാലനവും ഒക്കെയായി ഒരു വലിയ ഒരു സെൻറ്റർ, ഏകദേശം 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്ത് പരപ്പനങ്ങാടി ടൗണിൽ ഒരു പള്ളിക്ക് വേണ്ടി മറ്റു അനുബന്ധ സ്ഥാപനങ്ങൾക്കും വേണ്ടി 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലം വാങ്ങിയിരുന്നു. വലിയ പ്രൊജക്റ്റ്. അത് 1-2 അറബികൾ ഏറ്റെടുക്കുകയും പിന്നീട് അവർ അതിൽ നിന്ന് ചില സാങ്കേതികമായ കാരണങ്ങളാൽ പിന്മാറുകയും ചെയ്തു. ഇപ്പോൾ ആ പള്ളി മാത്രം 8000 സ്ക്വയർ ഫീറ്റിൽ പള്ളി മാത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം, പണി ഈ റമദാനോടനുബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുന്നവർ ഉണ്ടെങ്കിൽ, അതുമായി സഹകരിക്കാൻ കഴിയുന്നവർ ഒന്ന് അറിയിക്കണമെന്നുകൂടി ഉണർത്തുകയാണ്. 1 സ്ക്വയർ ഫീറ്റിന് 2500 രൂപയാണ്. കഴിയുന്ന രൂപത്തിൽ അതുമായി സഹകരിക്കാൻ കഴിയുന്നവർ സഹകരിക്കുക. അതുമായി ബന്ധപ്പെട്ട പിരിവൊന്നും ഇവിടെ ഇപ്പം ഇല്ല. ആർക്കെങ്കിലും സ്വന്തമായി മനസ്സറിഞ്ഞ് അതിന് താല്പര്യമുണ്ടെങ്കിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുക. അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ നമ്പറിലേക്ക്, കോണ്ടാക്റ്റിലേക്ക് അറിയിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി പ്രവർത്തിച്ച് ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.